ഈ വീഡിയോയിൽ ക്വിക്കായിട്ട് കുറച്ച് ഗ്ലോബൽ ഡെവലപ്മെന്റ്സ് ആണ്. ഒബ്വിയസ്ലി ഇറാന്റെ സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇറാനെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ട്രംപ് ഇടപെടൽ നടത്തുകയാണ്. അപ്പം എങ്ങനത്തെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ വാർഷിപ്പിനെ കൃത്യമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമസിന്റെ അവിടെ കൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അമേരിക്ക. ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ഈ ലൊക്കേഷൻ പോയിന്റിലാണ് നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് നേരത്തും എന്തും സംഭവിക്കാം എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ശരിക്കും. ഇതിനെ തുടർന്ന് ഇറാന്റെ ഉള്ളിലാണെങ്കിൽ ഹൈ അലേർട്ടാണ്. ഹൈ അലേർട്ട് എന്ന് പറഞ്ഞാൽ IRGCയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ അടുത്തൊരു മാപ്പ് കാണിക്കുന്നതിൽ ഇവിടെ കംപ്ലീറ്റ് റെഡ് കളർ ഡോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ റെഡ് കളർ ഡോട്ട് കാണുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ IRGCയുടെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാം തന്നെ ഹൈ അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. ശരിക്കും ആംബുലൻസുകൾ ഒന്നും തന്നെ ഇറാന്റെ ഉള്ളിലില്ല. എമർജൻസി ആക്ട് പ്രകാരം അവർക്ക് ആംബുലൻസുകൾ നിരവധി ആവശ്യമുണ്ട്. ഒരുപാട് ആംബുലൻസുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളിൽ കത്തി നശിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ആംബുലൻസിനെ മറയാക്കിക്കൊണ്ട് IRGC ഉദ്യോഗസ്ഥർ ഈ ആംബുലൻസിന്റെ ഉള്ളിൽ കയറി വരിക. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇതേതോ അപകടത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന സമയത്ത് IRGC ഉദ്യോഗസ്ഥർ ഈ ആംബുലൻസിന്റെ ഡോർ തുറന്നിട്ട് പൊതുജനങ്ങൾക്ക് നേരെ വെടിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള ക്രൂരതകളും അവിടെ നടന്നിട്ടുണ്ട്. മരണനിരക്കാണെന്നുണ്ടെങ്കിൽ ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് 650 എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് 3000+ ആണ്. അതുപോലെ തന്നെ ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത് 5000+. അതേപോലെ 12,000-ലധികം ആൾക്കാർ വൂണ്ടഡ് ആണ്, ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഏതാണ്ട് 5000 പേരോളം ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഇറാന്റെ ഉള്ളിലുള്ള ശരിക്കുള്ള അവസ്ഥ. ഇത് എയ്തർ സൈഡ്, IRGCയുടെ സൈഡിലും ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. IRGCയിൽ തലപ്പത്തുള്ള 4 ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രൊട്ടസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ സംഘടനയിലുള്ള ആൾക്കാർ കൃത്യമായിട്ടുള്ള 4 IRGC ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ വാർത്തയും കൂടി വരുന്നുണ്ട്. അവരെ അനുകൂലിച്ചാണ് IRGCക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഖൊമൈനി ഭരണകൂടത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള റാലികൾ അവിടെ നടന്നത്. ട്രംപ് ആണെങ്കിൽ ഇറാനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ വ്യാപാര ബന്ധം നടത്തുന്ന രാജ്യങ്ങൾക്ക് 25% താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രംപിന്റെ യൂഷ്വൽ പ്രൊസീജിയർ ആണ് 25% താരിഫ്. ഇതെല്ലാം തന്നെ ബ്രിക്സ് രാജ്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. കാരണം ഇറാൻ ബ്രിക്സിലെ ഒരു മെമ്പറാണ്. തീർച്ചയായിട്ടും ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ തന്നെയായിരിക്കും ഇറാനുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഒരു ഗ്ലോബൽ പവർ എന്നുള്ള നിലയിൽ ഇന്ത്യ, റഷ്യ, ചൈന, ബ്രസീൽ ഈ രാജ്യങ്ങളൊക്കെ ഈ ലിസ്റ്റിൽ പെടും. ഇറാൻ ശരിക്കും സൗത്ത് ആഫ്രിക്കയിൽ റഷ്യയോടും ചൈനയോടൊപ്പം ചേർന്ന് ഒരു നേവൽ ഡ്രില്ല് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നും ഇറാൻ പിൻവാങ്ങിയിരിക്കുകയാണ്. പിൻവാങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഈ ഒരു മുന്നറിയിപ്പ്, അത് കൃത്യമായിട്ട് ട്രംപ് ഒരു ട്വീറ്റാണ് ഇട്ടത്. ആ ട്വീറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞത് ഇറാനിൽ പ്രതിഷേധിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനം നൽകുന്ന രീതിയിലാണ് ആ ട്വീറ്റ് പുള്ളിക്കാരൻ എഴുതിയിരുന്നത്. അതായത് ടേക്ക് ഓവർ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. ടേക്ക് ഓവർ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഞാൻ ട്രംപ് അഥവാ അമേരിക്ക IRGC ഭരണകൂടവുമായിട്ട് ഫിക്സ് ചെയ്തിരുന്ന എല്ലാ മീറ്റിംഗും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള നെഗോസിയേഷൻസിനും മുന്നോട്ട് പോകുന്നില്ല. എല്ലാ വാതിലുകളും ഞാൻ കൊട്ടി അടച്ചിരിക്കുകയാണ് ഇറാന്റെ മുന്നിൽ. സോ നോ മോർ നെഗോസിയേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ശക്തമായിട്ട് പോരാട്ടം തുടരാം എന്നാണ് ഇതിന്റെ അർത്ഥം. ഹെൽപ്പ് ഈസ് ഓൺ ദ വേ. സഹായങ്ങൾ വരുന്നുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ വാർഷിപ്പുകളെ കൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമസിലൊക്കെ നിർത്തിയിരിക്കുന്നത് ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണ്. പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ ഇപ്പുറത്തെ സൈഡിൽ തുടരെ അമേരിക്കൻ ബേസ് ആണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇസ്രായേൽ ഓൾറെഡി അവിടെ ഉണ്ട്. അതിനോടൊപ്പം മിഗ എന്നും കൂടി കുറിച്ചിട്ടുണ്ട്. മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പും കൂടെ എഴുതിയാണ് ട്രംപ് ഈ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ട്വിറ്ററിൽ ഇത് വളരെ വൈറലായിട്ട് തന്നെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻസ് ഇമ്മീഡിയറ്റ് ആയിട്ട് അർജന്റ് ആയിട്ട് അമേരിക്കൻ പൗരന്മാർ ആരെങ്കിലും ഇറാന്റെ ഉള്ളിലുണ്ടെങ്കിൽ ചെയ്തോ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വെക്കേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇമ്മീഡിയറ്റ് നാട് വിടുക. അമേരിക്കക്കാർ ആരൊക്കെ ഇറാന്റെ ഉള്ളിലുണ്ടോ ഇമ്മീഡിയറ്റ് ആയിട്ട് അർജന്റ് ബേസിസിൽ നാട് വിടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്ന് നോർവേ, ജർമ്മനി ഇങ്ങനെ പല രാജ്യങ്ങളും ഇപ്പം ഇറാന്റെ ഉള്ളിലുള്ള അവരവരുടെ പൗരന്മാരെ തിരികെ വിളിക്കാണ്. അവരവരുടെ പൗരന്മാർക്ക് ഈ ഒരു അലേർട്ട് കൊടുത്തിട്ടുണ്ട്. എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങിക്കോളൂ, ഇറാനിൽ തുടരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇറാൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ഗവൺമെന്റിന്റെ എക്കണോമിക് അവരുടെ ഗവൺമെന്റിന്റെ സാമ്പത്തിക നയം ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധം അവിടെ തുടങ്ങിയത്. പക്ഷെ അതിനെയൊക്കെ ഇപ്പൊ മറച്ചു വെച്ചുകൊണ്ട് ഇറാന്റെ ഉള്ളിൽ ആരെങ്കിലും ഗവൺമെന്റിനെതിരെ പ്രതിഷേധിക്കുന്നു എന്ന് കണ്ടാൽ അവരെയെല്ലാം പ്രോ ഇസ്രായേലി എന്നുള്ള ചാപ്പ കുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ, സെൻട്രൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് വാർത്തകൾ പറഞ്ഞു കഴിഞ്ഞാൽ സംഘി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ വരും. അതേ മാതൃകയിലാണ് ഇറാൻ ഭരണകൂടം അവിടെ പൊതുജനങ്ങൾക്കെതിരെയുള്ള ആരോപണം ഉയർത്തുന്നത്. പ്രോ ഇസ്രായേലി എന്നാണ് വിളിക്കുന്നത്. അതിന്റെ ഗവൺമെന്റിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണമോ അല്ലെങ്കിൽ പ്രതിഷേധിക്കാനോ മുന്നോട്ട് വരുമ്പോൾ അവർ പ്രോ ഇസ്രായേലി ആയിട്ട് കരുതുന്ന ഒരു ശീലമാണ് ഇറാന്റെ IRGC ഭരണകൂടത്തിനുള്ളത്. അത് ശരിക്കും ഒരു തെറ്റായ നടപടിക്രമമാണ്. വിഷയം എന്താണെന്നുള്ളതിന്റെ കോർ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കണം. അത് അഡ്രസ്സ് ചെയ്യാത്തതിന്റെ പരിണിത ഫലമാണ് ഇറാൻ ഇന്ന് അനുഭവിക്കുന്നത്. ഓസ്ട്രേലിയ, യൂറോപ്പ്, ജർമ്മനി പോലത്തെ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനെതിരാണ്. ആന്റണി ആൽബനീസ്, ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ് വളരെ ശക്തമായിട്ട് തന്നെ ഇറാനിയൻ ഭരണകൂടത്തിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് ഇമാതിരിപ്പെട്ട കൊലപാതകങ്ങൾ, പ്രത്യേകിച്ചും ഓൺ സിറ്റിസൺസിനെ തന്നെ കൊലപ്പെടുത്തുന്ന ഈ രീതിയിലുള്ള ഭരണകൂടം ശരിക്കും അരാജകത്വമാണ്, തീവ്രവാദപരമാണ്, നിരുത്തരവാദപരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
യൂറോപ്യൻ യൂണിയന്റെ ഉർസുല വണ്ടർലൈനും ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതേപോലെ ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു രാജ്യങ്ങളും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റും പുറത്തു പറഞ്ഞിട്ടില്ല എക്സെപ്റ്റ് ചൈന. ചൈന മാത്രമാണ് ഇറാനെതിരെ അമേരിക്ക 25% താരിഫ് കൊണ്ടുവന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയത്. അതിലുപരിയായിട്ട് ഇറാന്റെ ഉള്ളിലേക്ക് ആക്രമണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇറാനെ ഭീഷണിപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചൈനയും പറഞ്ഞിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അലയൻസ് രാജ്യങ്ങളും തന്നെ ഇറാനിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയവുമായിട്ട് ഒരു അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ പൊസൈഡോൺ എന്ന് പറഞ്ഞ ആ ഒരു എയർക്രാഫ്റ്റ് വാർഷിപ്പാണ് ശരിക്കും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് സ്ട്രൈക്കർ വാർഷിപ്പുകളുണ്ട്. അതിലുപരിയായിട്ട് അഡീഷണൽ സപ്പോർട്ടിംഗ് ഷിപ്പുകളെല്ലാം തന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ട്രാവൽ ചെയ്ത് മെഡിറ്ററേനിയൻ ഏരിയ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ ഇറാന്റെ സറൗണ്ടിങ്ങിലേക്ക് എത്തുമെന്നാണ് പറയപ്പെടുന്നത്. കമനേയി ആണെങ്കിൽ കമനേയി അല്ല പറഞ്ഞത്, കമനേയുടെ ട്വിറ്റർ പേജിലാണ് ഈ ഡയലോഗ് പ്രത്യക്ഷപ്പെട്ടത്. കമനേയി ഇപ്പൊ എവിടെയെങ്കിലും ഒളിവിലായിരിക്കും. അതേസമയം പറഞ്ഞിരിക്കുന്ന ഈ കമനേയുടെ ട്വിറ്റർ പേജിൽ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ എനിമീസ് ആർ അണ്ടർ എസ്റ്റിമേറ്റിംഗ് ഇറാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശത്രുക്കൾ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് കമനേയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. അതിനെ തുടർന്ന് ഇറാന്റെ ഉള്ളിൽ തുടർച്ചയായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഈ പ്രതിഷേധക്കാരുടെ വീടുകൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് അമേരിക്കൻ ആയുധങ്ങളാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ കൂടുതൽ അതിശയിക്കേണ്ടതൊന്നുമില്ല. താലിബാൻ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ പല തീവ്രവാദ സംഘടനകൾ ഉൾപ്പെടെ എന്തിനു ഭേദം ഐസിസ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് അമേരിക്കൻ ആയുധങ്ങളാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇറാന്റെ ഉള്ളിലും അമേരിക്കൻ ആയുധങ്ങൾ കണ്ടെത്തി എന്നുള്ളതിൽ അതിശയിക്കേണ്ടതൊന്നുമില്ല, സ്വാഭാവികമാണ്. എൻറ്റയർ കൺട്രി 80% ഇന്റർനെറ്റ് ഇല്ല. ഇത് ഇറാൻ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ബാങ്കിങ് ഇല്ല, ഒരു രീതിയിലുള്ള സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ബാങ്കിങ്, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട തലവേദന. ഒരു ചെറിയ ഷോപ്പിൽ പോലും കാർഡ് ട്രാൻസാക്ഷൻ പോലും നടക്കില്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് ഇസ്രായേലിന് ഇതേപോലെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഇറാൻ ഇതാ ഇന്ന് അടിക്കും നാളെ അടിക്കും എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെതിരെ ഒരു ടെൻഷൻ, ഒരു പ്രഷർ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇസ്രായേലിന്റെ എയർപോർട്ട് വരെ ഷട്ട് ഡൗൺ ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ 12 ദിവസത്തെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇസ്രായേലിന് ഉണ്ടാകുന്ന നഷ്ടം, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്നുള്ള രീതിയിൽ ഇറാൻ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇറാൻ ഇന്ന് അടിക്കും നാളെ അടിക്കും മറ്റന്നാൾ അടിക്കും എന്ന് നോക്കിയിരുന്ന് കൃത്യമായിട്ട് എയർപോർട്ടൊക്കെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് കുറെ എക്കണോമിക് ലോസ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു ലോസ് ആണ് ശരിക്കും ഞങ്ങൾ എപ്പോൾ അടിക്കുമെന്ന് അറിയാത്തൊരു അവസ്ഥയുണ്ടല്ലോ ഇസ്രായേലിന്, അതാണ് ഞങ്ങളുടെ വിജയം എന്ന് വിജയാഘോഷം നടത്തിയ ആൾക്കാരാണ് ഇറാനിയൻസ്. അപ്പൊ അവർക്ക് അതേ അവസ്ഥ തിരിച്ചു വന്നിരിക്കുകയാണ്. ശരിക്കും അമേരിക്ക ഇപ്പോൾ ഒരു ഭീഷണി കൊടുത്തിരിക്കുകയാണ്. അമേരിക്ക ഇന്ന് അടിക്കുമോ നാളെ അടിക്കുമോ എന്ന് അടിക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭീതി, ആ ഭീതിയിലാണ് ഇപ്പൊ IRGC ഭരണകൂടം ഉള്ളത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവർ പല രീതിയിലുള്ള ഡയലോഗും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇറാന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും വെനിസുലയെ പോലെ അത്ര എളുപ്പമാവില്ല ഇറാൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. രണ്ട് തരത്തിലുള്ള ടാസ്ക് ആണ്. എന്തായാലും അമേരിക്ക 100% അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരുവിധ വ്യക്തതയുമില്ല. പക്ഷേ അവിടുത്തെ ജനങ്ങളെ, ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാൻ ഞാൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് വളരെ ഉറപ്പിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ടെൻഷൻ റൈസ്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഇറാൻ സെക്യൂരിറ്റി ഫോഴ്സിനൊക്കെ ഹൈ അലർട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ പല വീടുകളിൽ നിന്നും സ്റ്റാർലിങ്കിന്റെ ആ ഒരു ഇന്റർനെറ്റ് ഇൻസ്ട്രുമെന്റ്സ് പിടിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റാർലിങ്കിന്റെ ചെറിയ മോഡം മുതൽ ചെറിയ ഡീലിങ്ക് പോലത്തെ ചെറിയ അപ്പാരറ്റസ് ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റാർലിങ്ക് ഇറാനിൽ ബാൻഡാണ്. സ്റ്റാർലിങ്ക് അവിടെ വിൽക്കുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കും. ഇത് ഇല്ലീഗലുമാണ്. എന്നിട്ടും അവർ കുറെ സാമഗ്രികളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. തെഹ്റാനിലും മഷാദിലും ഷിറാസ് എന്ന് പറഞ്ഞ 3 സ്ഥലങ്ങളിലും ഇതുവരെ പ്രതിഷേധം തുടങ്ങിയ ദിവസം മുതൽ ഈ ദിവസം വരെ അവസാനിച്ചിട്ടില്ല. അവിടെയാണ് കണ്ടിന്യൂസ്, ഈ 3 സിറ്റികളിലുമാണ് കണ്ടിന്യൂസ് ആയിട്ട് പ്രതിഷേധം നടക്കുന്നത്. ഇതിനകത്ത് ഒരു സൈലന്റ് കില്ലർ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. കാരണം എന്താ വെച്ചാൽ ഇസ്രായേൽ ഇത്ര കൃത്യമായിട്ട് പണി അമേരിക്കയെ ഏൽപ്പിച്ച് സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. പക്ഷെ ഇതിന്റെ എക്സാക്ട് ബെനിഫിഷ്യറി ഇസ്രായേലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു 2 ദിവസത്തിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാന്റെ ഉള്ളിലുള്ള പൊതുജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൃത്യമായ കാര്യങ്ങൾ നീക്കും, ഐ വിൽ ഹെൽപ്പ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഓർക്കുന്നുമുണ്ട്. ഖത്തറും ഒമാനും കൂടി ചേർന്നിട്ട് ഒരു മീഡിയേഷൻ നടത്തിയിട്ട് അമേരിക്കയ്ക്കും ഇറാനും തമ്മിലുള്ള പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാം എന്നുള്ള നിലയിലൊക്കെ ചില ആലോചനകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ട്രംപ് പറഞ്ഞിരിക്കുന്നത് എല്ലാ വാതിലുകളും കൊട്ടിയടച്ചിരിക്കുകയാണ്, ഇനി ഒരു നെഗോസിയേഷനും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ നമുക്ക് കണ്ടറിയാം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്. ഇറാനിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം യൂറോപ്പിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഈ നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, ഇവരെല്ലാം ഇവർക്ക് അമേരിക്കയെ അറിയാത്തതാണോ ഇല്ലെങ്കിൽ ഇവർ അറിയാത്തതുപോലെ അഭിനയിക്കുകയാണോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ അമേരിക്കയുടെ ഓൺ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഗ്രീൻലാൻഡ് വേണമെന്ന് പറയുന്നത്. അവിടെ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ പല രീതിയിൽ അമേരിക്ക അവരുടെ എക്സ്പാൻഷൻ, രാജ്യത്തിനെ വലുതാക്കുക എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം, ഡോൺറോ ഡോക്ട്രിൻ ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവര് പുതിയൊരു ആലോചന കൊടുക്കുകയാണ്. അതായത് ശരിക്കും അമേരിക്കയ്ക്ക് അവരുടെ നാഷണൽ സെക്യൂരിറ്റിയാണ് ഇഷ്യൂ എങ്കിൽ നാറ്റോ രാജ്യം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്.
അപ്പൊ ഈ നാറ്റോയുടെ തലപ്പത്തിരിക്കുന്ന മാർക്ക് റൂട്ടെയൊക്കെ ചേർന്നിട്ട് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് നാറ്റോയുടെ കീഴിൽ തന്നെ ഒരു സെക്യൂരിറ്റി ഫോഴ്സിനെ തയ്യാറാക്കിയിട്ട് ഗ്രീൻലാൻഡിൽ കൊണ്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. അപ്പൊ അതിലേക്ക് കൂടി ചൈനീസ് വെസൽസോ അല്ലെങ്കിൽ റഷ്യൻ വെസൽസോ വരുന്നെങ്കിൽ നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കാം. അപ്പൊ അവിടെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂവിനുള്ള ത്രെട്ട് അവിടെ മാറി കിട്ടുമല്ലോ. അപ്പൊ നമ്മളെല്ലാം നാറ്റോയിലെ അംഗമല്ലേ, അങ്ങനെ ഒരു പോയിന്റ് ഇട്ട് നോക്കുകയാണ്. ഇതൊക്കെ തന്നെ മണ്ടത്തരമാണ്. ട്രംപ് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇതിലുള്ള ആലോചനകളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഇതൊക്കെ പരാജയമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാജ കല്ലാസ് വരെ ഇതേ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞു വെച്ചത്. നാറ്റോയുമായിട്ട് ചേർന്നിട്ട് നമുക്ക് കാജ കല്ലാസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ ഫോറിൻ സെക്രട്ടറിയാണ്. ഓരോ രാജ്യങ്ങൾക്കുമല്ല, മൊത്തത്തിൽ എൻ്റയർ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു ഒറ്റ പ്രതിനിധി. ആ വ്യക്തിയുടെ പേരാണ് കാജ കല്ലാസ്. ഇവരാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നാറ്റോയുമായിട്ട് ചേർന്ന് യൂറോപ്യൻ യൂണിയനും നാറ്റോയൊക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക സംഘത്തിനെ തയ്യാറാക്കി ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ഗ്രീൻലാൻഡിൽ ഡിപ്ലോയ് ചെയ്യാന്ന്. ട്രംപ് അതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല, ഗ്രീൻലാൻഡിനെ ഞങ്ങൾ എടുക്കുകയാണ്, അത്രേ ഉള്ളൂ. തന്നെ ഇന്നലെ ഡെൻമാർക്കിന്റെ പ്രൈം മിനിസ്റ്ററും അതേപോലെ ഗ്രീൻലാൻഡിന്റെ പ്രൈം മിനിസ്റ്ററും രണ്ടുപേരും കൂടി, ഗ്രീൻലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ജെൻസ് ഫ്രെഡറിക് നീൽസനും അതേപോലെ ഡെൻമാർക്കിന്റെ പ്രൈം മിനിസ്റ്റർ ഫ്രെഡറിക്സൺ രണ്ടുപേരും കൂടി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഗ്രീൻലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കിങ്ഡം ഓഫ് ഡെൻമാർക്കിനെയാണ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്, ഞങ്ങൾ ഒരിക്കലും അമേരിക്കയെ അംഗീകരിച്ചിട്ടില്ല. വി ആർ നോട്ട് ഗോയിങ് അണ്ടർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ വ്യക്തമായിട്ട് അമേരിക്കയെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ എന്തായാലും ഇന്ന് മാർക്കോ റൂബിയോ ഡെൻമാർക്കുമായിട്ട് ചർച്ച നടത്തും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. അമേരിക്ക ഈ വിഷയത്തിൽ ഓൾറെഡി തന്നെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല. കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ ഈ നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ ഇവരെല്ലാം തന്നെ അമേരിക്കയുടെ തണലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. കൈയിട്ട് കാലിട്ടൊക്കെ അടിയാം, പക്ഷെ ഒന്നും നടക്കില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ദയനീയ അവസ്ഥയാണ്. അങ്ങനെ തന്നെ നമുക്ക് പറയാനുള്ളൂ. അതുപോലെ അടുത്ത് കാസ്പിയൻ സീയില് ഉക്രൈൻ നിർണായകമായിട്ടുള്ള സംഭവം, 4 ഷിപ്പുകളാണ് അടിച്ചിട്ടത്. 4 ഷിപ്പുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ 4ഉം റഷ്യയുമായിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രീസിന്റെ ഷിപ്പുകളാണ് 4 എണ്ണം. ഈ 4 എണ്ണത്തിനെയാണ് കാസ്പിയൻ സീൽ വെച്ചിട്ട് ഉക്രൈൻ തകർത്ത് കളഞ്ഞത്. പക്ഷെ ഇതിന് പകരം അപ്പുറത്ത് ബ്ലാക്ക് സീല് ഉക്രൈനുമായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന സൺഫ്ലവർ ഓയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീലിങ്സ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഷിപ്പ്, അതും ഗ്രീസിന്റെ ഷിപ്പ് തന്നെയാണ്. ആ ഷിപ്പിനെ റഷ്യ അടിച്ച് മുക്കിയിരിക്കുകയാണ്. ഇപ്പൊ രണ്ടുപേരും കൂടി അടിച്ചിട്ടത് ഗ്രീസിന്റെ ഷിപ്പുകൾ. ഗ്രീസിന്റെ 5 ഷിപ്പുകളാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടത്. ഇതേപോലെ തുർക്കിക്കും ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നേരെ ഗ്രീസിന് സംഭവിച്ചിട്ടുണ്ട്. തുർക്കിയും ഗ്രീസും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണ്. അവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും കൂടി എനിമീസ് ആണ്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും തന്നെ നല്ല രീതിയിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഇടയിൽ. അതുപോലെ റഷ്യ തകൃതിയായിട്ട് അവിടുത്തെ ഒരു ഹാർബർ സിറ്റി, അതേപോലെ മോൾഡോവ സൈഡിൽ കിടക്കുന്ന കുറച്ച് ഏരിയ റഷ്യ കയറി പിടിച്ചിട്ടുണ്ട്. ഇത് റഷ്യയുടെ വളരെ നിർണായകമായിട്ടുള്ള നീക്കമാണ്. ഈ ഹാർബർ സിറ്റിയും കഴിഞ്ഞ് മോൾഡോവയുടെ സൈഡിൽ കിടക്കുന്ന കുറെ ഏരിയാസ് റഷ്യ കയറി പിടിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഇപ്പൊ മോൾഡോവ പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് റൊമാനിയയുമായിട്ട് ചേരാൻ പോവാണ്, മോൾഡോവ റൊമാനിയയുമായിട്ട് മെർജ് ചെയ്യാൻ പോവാണെന്നുള്ള ഒരു പ്രപ്പോസലാണ് ശരിക്കും മോൾഡോവയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഇതിന് അവിടെ ഓപ്പോസിറ്റ് പാർട്ടികൾ മോൾഡോവയ്ക്കുള്ളിൽ നല്ല രീതിയിലുള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഐഡിയ വേണമെങ്കിൽ സെലൻസ്കിക്ക് പരീക്ഷിക്കാം. കാരണം എന്താണ്, റൊമാനിയ ഓൾറെഡി തന്നെ നാറ്റോയിലെ അംഗമാണ്. മോൾഡോവ റൊമാനിയയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ മോൾഡോവയ്ക്കും കൂടി നാറ്റോയുടെ പ്രൊട്ടക്ഷൻ കിട്ടുകയാണ്. അപ്പം ഉക്രൈനിലെ സെലൻസ്കിക്ക് വേണമെങ്കിൽ ഇത് പരീക്ഷിക്കാന്നേ ഉള്ളൂ. നല്ലൊരു ഐഡിയ ആണ്. പോളണ്ടുമായിട്ട് അങ്ങ് മെർജ് ചെയ്താൽ മതി. ഉക്രൈനെ ഞാൻ പോളണ്ടുമായിട്ട് ചേർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. പോളണ്ട് നാറ്റോയിലെ അംഗമാണ്. അപ്പൊ അതുകൊണ്ട് ഉക്രൈനും സ്വാഭാവികമായിട്ട് നാറ്റോ പ്രൊട്ടക്ഷൻ കിട്ടും. കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 20ാമത്തെ സാങ്ഷൻസ് യൂറോപ്യൻ യൂണിയൻ ഇപ്പൊ പ്രഖ്യാപിക്കുകയാണ്. 20ാമത്തെ സാങ്ഷൻസ് ഞങ്ങൾ റഷ്യക്കെതിരെ കൊണ്ടുവരികയാണ്, ഉപരോധം കൊണ്ടുവരാണ് 20ാമത്തത്. ഓൾറെഡി 19 എണ്ണം ഇട്ട് റഷ്യ ഓൾറെഡി തന്നെ മുങ്ങിയിരിക്കുകയാണ്. 19 തവണ ഇവര് ഉപരോധം ഏർപ്പെടുത്തിയിട്ടും റഷ്യക്ക് ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ 20ാമത്തെ സാങ്ഷൻസ് ആണ് ഇവർ പ്രപ്പോസ് ചെയ്യുന്നത്. ഇതിൽ എന്ത് സംഭവിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പൊ അതിനെ തുടർന്ന് നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ വാർത്തകളാണ്. അശ്വിനി വൈഷ്ണവ്, നമ്മുടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. സ്കോട്ട് ബെസന്റുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ട്രഷറി സെക്രട്ടറി, അമേരിക്കയിലെ ട്രഷറി സെക്രട്ടറി അഥവാ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ എന്നൊക്കെ പറയാം, ആ കാറ്റഗറിയിൽ വരുന്ന വ്യക്തിയാണ് സ്കോട്ട് ബെസന്റുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് അമേരിക്കയിൽ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ക്രിട്ടിക്കൽ ആൻഡ് റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട നിർണായക ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഒരു പോസിറ്റീവ് നീക്കമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് നടക്കുന്നത്. അതുപോലെ തന്നെ വെനിസ്വലയുടെ ഓയിൽ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു $1 ബില്യൺ വെനിസ്വലയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടേണ്ടതുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എണ്ണ വാങ്ങിക്കാനുള്ള തകൃതിയായിട്ടുള്ള ചർച്ചകൾ ഇന്ത്യ മുന്നോട്ട് നീക്കുന്നുണ്ട്. അതിന്റെ പോസിറ്റീവ് റിസൾട്ട് ഒന്നും വന്നിട്ടില്ല, പക്ഷെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ അമേരിക്ക ഒഫീഷ്യലി അമേരിക്കയിൽ പല സ്റ്റേറ്റുകളുമാണ് ഇതിനു മുമ്പ് ബ്രദർഹുഡിനെ നിരോധിച്ചിരുന്നത്. പക്ഷെ ഇപ്പം അമേരിക്ക ഒഫീഷ്യലി മൊത്തത്തിൽ അമേരിക്കയിൽ ഉടനീളം ഈ ബ്രദർഹുഡിനെ നിരോധിച്ചിരിക്കുകയാണ്. അതൊരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നമ്പർ 1. ഇത് ജോർദാൻ, ഈജിപ്റ്റ്, ലെബനാൻ ഈ ഏരിയകളിലും ഇത് ബാധകമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അമേരിക്ക. ഈജിപ്തിലൊക്കെ പണ്ടേ നിരോധിച്ചതാണ്, പക്ഷെ ഒന്നുകൂടെ അവർ എൻഫോഴ്സ് ചെയ്യാണ് അമേരിക്കയുടെ സൈഡിൽ നിന്നും.
കാരണം ഈ ഈജിപ്ത്, ജോർദാൻ, ലെബനാൻ ഇതേപോലത്തെ രാജ്യങ്ങളൊക്കെ ശരിക്കും തീവ്രവാദികൾക്ക് നല്ല രീതിയിലുള്ള താവളങ്ങളാണ്. വളരെ സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒളിത്താവളങ്ങളാണ്. അവർ ഒഫീഷ്യലി ഇതൊക്കെ നിരോധിച്ചെങ്കിലും അൺഒഫീഷ്യലി ഇതൊക്കെ എന്റർടൈൻ ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഈ വിശ്വാസവും ഇതും തമ്മിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അതങ്ങനെ വേർതിരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ആരാണ് റേഡിക്കൽ, ആരാണ് നോർമൽ എന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെ വലിയ ചാലഞ്ചാണ്. അതുകൊണ്ട് ഇത് കണ്ടെത്താൻ കഴിയില്ല. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് അവരായിട്ട് എക്സ്പോസ് ആവണം. എവിടെയെങ്കിലും ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇന്ന സംഘടനയാണെന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് ഈ ബ്രദർഹുഡിൽ നിന്നും താഴോട്ട് വരുന്ന സംഘടനയാണെന്നുള്ളത് പിന്നീട് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ്. കാരണം ഈ ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഹിഡൻ ആയിട്ട് ഇരുന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ എന്തായാലും കുറെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് സോ മച്ച്.